അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിഗാസ് കഫേയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈസി ആയിട്ടുള്ള ബീഫ് റോസ്റ്റാണ്. ഇത് നമുക്ക് കുക്കറിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും. അതിന് വേണ്ട ചേരുവകൾ: ബീഫ് 1 കിലോ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 2.5 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കുരുമുളക് ചതച്ചത് 1 ടേബിൾ സ്പൂൺ, 8 അല്ലി വെളുത്തുള്ളി, ഇഞ്ചി 6 പീസ്, ചെറിയുള്ളി 12 എണ്ണം, വലിയ ജീരകം 1 ടേബിൾ സ്പൂൺ, സവാള അരിഞ്ഞത് 2 എണ്ണം, കറിവേപ്പില, തേങ്ങാക്കൊത്ത് 3 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ 1/2 കപ്പ്. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി, വലിയ ജീരകം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ബീഫ് ഒന്ന് മസാല തേച്ചെടുക്കാം. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പേസ്റ്റ് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴായിരിക്കും അതിലേക്കൊക്കെ മസാല ശരിക്കും പിടിക്കുക. നമുക്കിതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. കുക്കറിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക. സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇത്രയ്ക്ക് ഓയിൽ നമുക്ക് ബീഫിലേക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ഓയിൽ ഒഴിവാക്കുകയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രം മതി. ഇനി ഓയിലിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ഈ ഓയിൽ ബീഫിൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കുക്കർ അടച്ച് വെക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്ന ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 3 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. പ്രഷർ പോയ ശേഷം കുക്കർ തുറന്ന് നോക്കാം. ബീഫിൽ കുറച്ച് ഗ്രേവി ഉണ്ട്, അതൊന്ന് വറ്റിച്ചെടുക്കാം. നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ച സവാള കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാളയും തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കണം.
ലാസ്റ്റ് നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.